നിങ്ങളൊന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കിയേ. നമ്മളെല്ലാം മരിച്ചു, നമ്മൾ സ്വർഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ വിധിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വിധിക്കായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഈശോ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അങ്ങ് പറയുകയാണ്, എടാ മോനെ, നീ നല്ലപോലെ ജീവിച്ചു, ഞാൻ പറയുന്നത് നീ അനുസരിച്ചു, അല്ലെങ്കിൽ നീ അനുസരിക്കാനായിട്ട് കുറെ ശ്രമിച്ചു, നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, നീ ശ്രമിച്ചു, നീ ഒരുപാട് ശ്രമിച്ചു, നീ ഒരുപാട് എന്നെ മഹത്വപ്പെടുത്തി, നീ ഒരുപാട് നിന്റെ സഹോദരങ്ങളെ എല്ലാവരെയും നീ സ്നേഹിച്ചു, നീ മിടുക്കനാണ് എന്ന് പറഞ്ഞ് ഈശോ നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ നമ്മളോട് ഈശോ പറയുകയാണ്, എടാ നിനക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു, നിനക്ക് ഓരോ ദിവസവും നിന്നിൽ നിന്ന് ഞാൻ ഫലം അന്വേഷിച്ചുകൊണ്ടിരുന്നു, പക്ഷെ നിന്നെ കൊണ്ടത് തരാനായിട്ട് കഴിഞ്ഞില്ല. നീ എന്നിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നു, നിനക്ക് എൻ്റെ അടുത്ത് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു, പക്ഷെ നീ കാര്യങ്ങൾക്ക് മാത്രം എന്നെ സമീപിക്കുന്ന വ്യക്തിയായിരുന്നു എന്നൊക്കെ ഈശോ പറയുകയാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളോട് എങ്ങനെ പറയണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ആദ്യം പറഞ്ഞ രീതിയിലാണോ, രണ്ടാമത് പറഞ്ഞ രീതിയിലാണോ ഈശോ നമ്മളോട് പ്രതികരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? ആദ്യം പറഞ്ഞ രീതിയിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. നമ്മൾ ഒരുപാട് സാധ്യതകളുണ്ട്, സുവിശേഷം കേൾക്കുന്നു, ഈശോയിൽ വിശ്വസിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നു. നമ്മൾ അതെല്ലാം പ്രയോജനപ്പെടുത്തി നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി കഴിഞ്ഞാൽ ഈശോ നമ്മളെ അഭിനന്ദിക്കും. നമുക്ക് സ്വർഗരാജ്യത്തിൽ നമുക്ക് അവൻ്റെ അംഗീകാരം ലഭിക്കും.